വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാൻ ഒരു തേക്കടിക്കാരി. ഇന്ന് ഞങ്ങൾ സിംഗപ്പൂർ ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ആ നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ, അത് എത്ര ഹൈറ്റാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഹൈറ്റിൽ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മസ്ജിദ് കണ്ടു. ഞങ്ങളിങ്ങനെ വണ്ടിയിലാണ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടല്ല ചേച്ചിയുടെ സ്റ്റുഡൻ്റാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനിയത്തി കുട്ടിയാണ്, ഉനിത എന്നാണ് പേര്. പുള്ളിക്കാരിയാണ് എൻ്റെ കൂടെ വന്ന് ഇവിടെ എല്ലാം കാണിച്ചു തന്നത് കേട്ടോ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഒരു കമ്പനിയായി, നല്ല ഇഷ്ടമായി, ഞങ്ങൾ ഭയങ്കര കൂട്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലൂടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്നത്. അപ്പോൾ സിംഗപ്പൂർ വഴി പോകുമ്പോൾ ആ ഒരു കാഴ്ച, അതൊരു ഒന്നൊന്നര കാഴ്ചയല്ലേ അല്ലേ. അതുണ്ടോ, ഞാൻ പറഞ്ഞ രണ്ട് സൈഡിലുള്ള ചെടികളും പൂക്കളും, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു കാര്യം. ഞങ്ങൾ അങ്ങനെ കറങ്ങി വന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണ്ടേ. ഇത് 8 നിലയെങ്ങാണ്ടാന്ന് തോന്നുന്നു ഈ പാർക്കിംഗ് പ്ലേസ് ഉള്ളത്. പക്ഷെ അവിടെ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അതിനുശേഷം പുറത്ത് വന്നാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പൗസിങ് കിച്ചണിലാണ് വന്നത്. ഞാനും ഉനിതയുണ്ട്. ഒരു സ്പെഷ്യൽ സൂപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ഫേമസ് ആയ കാര്യമാണ് ചിക്കൻ ചോറ്. അതൊന്ന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ആദ്യം തന്നെ സൂപ്പും ചോറും കൊണ്ടുവച്ചു. പിന്നെ ഒരു ചട്നി പോലത്തെ സംഭവം, അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഈ വെജ്, ഈ ഉന്നത ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കുമ്പോൾ, നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ നിറച്ചും വയറ് നിറയെ വെജിറ്റബിൾ ഓർഡർ ചെയ്യും. അതാണ് അത്. പിന്നെ ഇപ്പം കണ്ടത് അക്ഷതം എന്ന് പറയും, ബാർലിയുടെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. നല്ല രുചിയും ടേസ്റ്റും മണവും ഒക്കെയുള്ള ജ്യൂസായിരുന്നു ബാർലി ജ്യൂസ്. ഹോട്ടൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ഹോട്ടലാണ്. പിന്നെ കോഴിയൊക്കെ കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തും, പിന്നെ വൈറ്റ് കോഴിയും എല്ലായിട്ടും നമ്മൾ തുണി ഇങ്ങനെ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലിറ്റിൽ ഇന്ത്യയിലേക്കാണ്. ലിറ്റിൽ ഇന്ത്യ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്ത്യയിലെ എല്ലാ ഷോപ്പും ഉണ്ട് അവിടെ. ഇതാ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് ഫസ്റ്റ് ഞങ്ങൾ കണ്ടത്. അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. എല്ലാം നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ, അന്നപൂർണയുടെ ഹോട്ടലുണ്ട്, പിന്നെ നോൺ വെജും വെജും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ലിറ്റിൽ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കാർക്ക് മറ്റു ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ പോയി നല്ല മസാല ദോശയും നെയ്റോസ്റ്റും ഇഡ്ഡലിയും ചമ്മന്തിയും പാലപ്പവും പാലും ഒക്കെ കൂട്ടി കഴിക്കാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ലിറ്റിൽ ഇന്ത്യ. അവിടെ ഇങ്ങനെ കുറച്ച് സമയം കറങ്ങി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഉന്നിതയുണ്ട് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞേ, നല്ലൊരു ഫ്രണ്ട്, ഒരു അനിയത്തി കുട്ടിയായിട്ട് കൂടെ നടന്ന് നല്ലൊരു കിളിക്കാമ്പെട്ടി പോലെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് നടക്കുന്നുണ്ട്. ടീച്ചറാണ് കേട്ടോ, എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻ്റാണ്. ഈ ഉന്നിത അവിടുത്തെ സ്കൂളിലെ ടീച്ചറുമാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനം ഇഷ്ടമാന്ന് പറഞ്ഞാൽ അന്നേരം ചോദിക്കും, വാങ്ങണോ വാങ്ങണോ എന്ന് ചോദിക്കും. വാങ്ങിക്കൊണ്ട് പോകണോ ഇന്ത്യയിലേക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളാണ്, പക്ഷെ വലിയ വെയിറ്റ് ഇല്ല, എന്നാലും നമുക്കിത് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. കാഴ്ചയ്ക്ക് നല്ല സൂപ്പർ സാധനങ്ങളാണ്, നല്ല സ്റ്റൈലിഷാണ്. പക്ഷെ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പിന്നെ വേറെ കാര്യം, ഒടുക്കത്തെ റേറ്റുമാണ് കേട്ടോ. അയ്യോ, അവിടുത്തെ ഡോളറിലുള്ള ആ റേറ്റ് കണ്ടിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ റുപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സാധനം വാങ്ങിക്കാൻ തോന്നിയില്ല, സത്യം. പക്ഷെ അവസാനം കമ്പയർ ചെയ്യാതെ വാങ്ങേണ്ടി വന്നു. കാരണം നമ്മൾ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ അയ്യോ ഒന്നും വാങ്ങിക്കുകയില്ല. നല്ല കോട്ടൺ ഡ്രസ്സുകളും ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന് റേറ്റ് സൂപ്പറാണ്. അതുകൊണ്ട് കണ്ട് നമുക്കിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് നടത്താൻ പറ്റും. അതിന് നല്ല സ്ഥലമാണ്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്.
ഒരു നല്ല ബിൽഡിംഗ് ആണ്. ഒരു പൗരാണികത ഉള്ള ഇവിടുത്തെ ഒരു പ്രത്യേകത പടുകൂറ്റൻ ബിൽഡിംഗ് ഉണ്ട്. അതായത് 40, 45, 50, 100 നില വരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 45 നില വരെയുള്ള ബിൽഡിംഗ് ഞാൻ കണ്ടു. അപ്പൊ അത്രയും ഹൈറ്റ് ഉള്ള ബിൽഡിംഗും ഉണ്ട്. എന്നാൽ പഴമയുടെ ഗന്ധം പേറി നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഉണ്ട്. അങ്ങനത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാതെ തന്നെ ഉണ്ട്. ഈ ഒരു ട്രീ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്തതാണ്. അതൊരു ഹോട്ടലിന് മുമ്പിലുള്ളായിരുന്നു. അപ്പോൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. എന്നാലും എന്തൊരു രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിറ്റിൽ ഇന്ത്യയെ കൂടി ഇങ്ങനെ കറങ്ങി. എന്താ ഇത് കണ്ടോ, പണ്ടത്തെ ചെമ്പു പാത്രങ്ങൾ കണ്ടോ, കാണാൻ എന്തൊരു ഭംഗിയല്ലേ പണ്ടത്തെ പാത്രങ്ങൾ. നമ്മളുടെ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഇത്. പുട്ടുപാത്രവും ഇടിയപ്പവും മറ്റേ ഇഡ്ഡലിപ്പാത്രവും ചോറ്റുപാത്രവും ഒക്കെ ഇന്നെല്ലാം സ്റ്റീലിനും നോൺ സ്റ്റിക്കിനും വഴി മാറിയില്ലേ. ഈ ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മുസ്തഫ സെൻറ്ററിലേക്കാണ്. മുസ്തഫ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വലിയ മാളാണ്. അവിടെ കിട്ടാത്തുള്ളത് എന്നാൽ അച്ഛനും അമ്മയും ഒഴിച്ച് പിന്നെ ഓടുന്ന വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടും എന്നാണ് പറയുന്നത്. അത്രയും വലിയ മാളാണ്. അപ്പോൾ അവരുടെ ജുവലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മുസ്തഫ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി അവിടുന്ന് കുറേ സാധനം പർച്ചേസ് ചെയ്തു. നല്ല എന്താ പറയുക, വിൻഡോ ഷോപ്പിങ്ങിന് പറ്റുന്ന സ്ഥലവുമാണ്. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നടന്ന് ഇത് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രോണിക് സെക്ഷനിലേക്കാണ് ചെല്ലുന്നത്. 4 നിലകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. കാരണം നല്ല തിരക്കായതുകൊണ്ട് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്, ലോക്കൽ ഐറ്റംസും ഉണ്ട്. നമുക്ക് വേണ്ടുന്നത് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പം ചേച്ചിയുടെ സ്റ്റുഡൻറ്റ് ലതിക ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ ഐറ്റംസും കണ്ട് നടക്കുകയാണ്. ഇതിനൊക്കെ എന്നാന്നറിയോ റേറ്റ്? കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, എൻ്റെ അമ്മ അടുക്കാൻ പറ്റാത്ത റേറ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചാലോ എന്നോർത്ത് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ റേറ്റ് കണ്ടത്. ആ പൂച്ചക്കുട്ടിക്ക് കണ്ടോ റേറ്റ്? അങ്ങനെ എല്ലാത്തിനും ഡോളർ വെച്ച് കാണുമ്പോൾ നമ്മൾക്ക് ഓടാൻ തോന്നും. എസ്കലേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി. പണ്ടൊക്കെ ഇതിൽ കയറാൻ എന്നാ പേടിയായിരുന്നു അറിയോ. ഇപ്പോഴും കുഞ്ഞൊരു പേടി കിടപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ നേരെ കയറി ചെന്നത് അടുത്തത് ക്ലോത്ത് സെക്ഷനാണ്. ജെൻസ് ആൻഡ് ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്, എല്ലാം. പക്ഷെ എല്ലാം നല്ല കിടലിനാണ്, നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ്. പിന്നെ എന്താ, നല്ല തുണി നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലത് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ചൈന മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ കഷ്ടം. ഞങ്ങൾ ചൈന മാർക്കറ്റിൽ പോകാൻ സമയം കിട്ടിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ബാക്കി കാണാം അല്ലേ. അടുത്തത് ഞങ്ങൾ ചെന്നത് ഫിഷിൻ്റെ കൂടുതലുള്ള ഐറ്റംസ് ആണ്. ഫിഷ്, എഗ്ഗ്, മീറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരം മീനുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. മുട്ടയൊക്കെ ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള മുട്ടകളും എല്ലാം ഉണ്ട്. പിന്നെ പോയത് നേരെ ചോക്ലേറ്റ് സെക്ഷനിലായിട്ടാണ്. അതൊരു ഒന്നൊന്നര സെക്ഷനാണ് കേട്ടോ. എത്ര ടൈപ്പ് ചോക്ലേറ്റ് ആണെന്ന് ചോദിച്ചാൽ വെള്ളം പിഴിഞ്ഞ് നമ്മൾ മടുക്കും. കാരണം ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും കൊതി വരും. അയ്യോ, നാട്ടിലേക്ക് വരുന്നവർ മുഴുവൻ പോയിട്ട് ഷോപ്പിംഗ് നടത്തുന്നതാണ് ഇവിടെ. കാരണം ഒത്തിരി പേര് വന്ന് ചോക്ലേറ്റ് എടുക്കുന്ന കണ്ടു, നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ നല്ല എല്ലാം പറഞ്ഞില്ലേ, കാണാൻ എന്തൊരു ഭംഗിയുള്ള ചോക്ലേറ്റുകളാണെന്നറിയോ. ചോക്ലേറ്റിൻ്റെ ഒക്കെ ഭംഗിക്ക് അനുസരിച്ചുള്ള നല്ല റേറ്റും ഉണ്ട്. എന്നാലും എല്ലാവരും നാട്ടിലേക്ക് പോകുന്നവരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതാ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ലോകമാണ് ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷൻ. ആ ഒരു ഫ്ലോർ മൊത്തം ചോക്ലേറ്റ് ആണ്. ഇത് വൈന്, ആൽക്കഹോൾ, പിന്നെ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ്. പച്ചക്കറി എല്ലാം കത്രിക്കയില്ല, നമ്മളൊരു കത്രിക്ക, അതിൻ്റെ ഏറ്റവും മിനിയേച്ചർ കത്രിക്കയൊക്കെ കാണണം അവിടെ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പച്ചക്കറികളും ഉണ്ട്. അങ്ങനെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയേ. എന്നാലും ഒത്തിരി ഒന്നും വാങ്ങിയില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി. കുറച്ച് നൂഡിൽസ് ഒക്കെ വാങ്ങി, കൊറിയൻ നൂഡിൽസ്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇനി നേരെ പോവുകയാണ്. ഇതിന് സമയം കുറേ ആയി. ആ മാളിനുള്ളിൽ കയറിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഒരു 3-4 മണിക്കൂർ അങ്ങ് പോയി. അപ്പോൾ ഇടയ്ക്ക് ഈ ഷോപ്പിംഗ് നടത്തുന്ന കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. 2 നില ബസ്സൊക്കെ പോകുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിങ് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കളക്ട്രേറ്റ് പോലെ എന്തോ സംഭവമാണ്. ഇനി ഞങ്ങൾ ഇതുവഴി അങ്ങ് നേരെ പോവുകയാണ്. കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. റോഡിൻ്റെ ഇരുവശമാണ്. നമ്മൾ ഏതൊരു കാട്ടിൽ ചെന്ന് നിന്ന പോലെ തോന്നില്ലേ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും ഞങ്ങൾ വന്നു ലിറ്റിൽ ഇന്ത്യയിലേക്ക്. അവിടുത്തെ ഇന്ത്യൻ ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത്. അപ്പം നേരെ നല്ല ചൂട് മൊരിഞ്ഞ വടയും ചട്നിയും വാങ്ങിച്ചു. കൂടെ പാലപ്പം.
പാലപ്പവും പാലും നമ്മുടെ ശർക്കര വിളയിച്ച് തേങ്ങയൊക്കെ ചേർത്ത പോലത്തെ ഒരു സംഭവം കൂടെ തന്നു അതിന്. പിന്നെ പാവ് ബജി. ഇതെല്ലാം കുറേശ്ശെ കഴിച്ചു. ഇന്ത്യൻ ചുമർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു അടിപൊളി സൂപ്പർ ഹോട്ടൽ. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ സിംഗപ്പൂർ വിശേഷങ്ങൾ തീരുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.